അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചൈനീസ് സ്റ്റൈൽ ഡിഷാണ്, കുങ് പാവ് ചിക്കൻ. കുങ് പാവ് ചിക്കൻ്റെ ഇന്ത്യൻ വെർഷനാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഫ്ലേവർ ഒക്കെ ചേർത്ത് കൊടുത്താണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 900 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്, എല്ലില്ലാത്ത കഷ്ണങ്ങളാണ്. അത് നീളത്തിലൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ കൂടെ ഒരു 2 മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സോയാ സോസിന് ഉപ്പുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഇത് ഞാനൊരു ക്ലിങ് ഫിലിം ഇട്ട് ഒന്ന് മൂടി എടുത്ത് വെക്കുകയാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് തയ്യാറാക്കിയാൽ മതിയാകും. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് പെറുക്കിയിട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നത്. മാക്സിമം തമ്മിൽ ഒട്ടാത്ത രീതിയിൽ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് നിരത്തിയിട്ട് വറുത്തെടുത്താലും മതി. ഷാലോ ഫ്രൈ ആയാലും മതി കേട്ടോ. ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നതെന്ന് മാത്രം. ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുത്തതുകൊണ്ടാണ് ഇത്തിരി അധികം കളറുണ്ട്. നോർമൽ സോയാ സോസ് ആണെങ്കിൽ ഇത്രയും കളർ ഉണ്ടാവില്ല. തിരിച്ചു മറിച്ച് വിട്ടു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എത്ര വെന്താൽ മതി, എത്ര അധികം മുരിഞ്ഞു വരണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഒറ്റ ട്രിപ്പായിട്ട് വറുത്തെടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത അതേ എണ്ണയിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇഞ്ചി അരിഞ്ഞിരിക്കുന്നത് ജൂലിയനായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതുകൂടെ ഒന്ന് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇത് അധിക സമയമൊന്നും നമ്മൾ വഴട്ടൊന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റി. ഇനി നമുക്കതിലേക്ക് കുറച്ച് നമ്മുടെ വത്തലമുളക് ഉണ്ടല്ലോ, വത്തലമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ നിന്ന് അരി കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് ഇത്തിരി സ്പൈസ് ലെവൽ കൂടിയതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ വൈറ്റ് ഷുഗർ ചേർത്ത് കൊടുത്താലും മതിയായിരിക്കും കേട്ടോ. ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര ഒന്ന് ഇളകി ചേർന്നോട്ടെ. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 3 ടീസ്പൂൺ ബാൽസമിക് വിനെഗറാണ്. ബാൽസമിക് വിനെഗർ ഇല്ലെങ്കിൽ നോർമൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് കൂടുതൽ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കട്ട കെട്ടാതെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കട്ട കെട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ ഗ്രേവി ഒന്ന് ചെറുതായി തിക്കായി വരും. അതിന് ശേഷമാണ് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനകത്തെ വെള്ളമെല്ലാം നന്നായിട്ട് ഒന്ന് അബ്സോർബായി വരും. അതിനുശേഷം നമുക്കത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന സ്പ്രിംഗ് ഓനിയൻ കട്ട് ചെയ്തതും വറുത്ത് വെച്ച
കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുങ് പാവ് ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ഒരു ഇന്ത്യൻ വെർഷനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.